2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇവിടെ ബ്ലിങ്ക് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ബേസ് ലൈനിലുള്ള പോലെ തന്നെ ഇവിടെയും ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഇതൊരു ചെറിയൊരു ബിഹേവിയർ ചേഞ്ച് ആണ്, പക്ഷേ അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണം റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസായി ഇപ്പോൾ ചെയ്യുന്നു കേട്ടോ. എനിക്കൊന്ന് ഡെയിലി 1-2 വീഡിയോസ് ഈ ഒരു ടോപ്പിക്കിൽ മാത്രമുണ്ട്. കാരണം വെച്ചാൽ അത്ര അധികം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നില്ല, സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ബാലഭാസ്കറിന്റെ ദുരൂഹമായിട്ടുള്ള മരണവും അതിൻ്റെ കൂടെ തന്നെ ജസ്റ്റിസ് ഫോർ ബാലഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഹാഷ്ടാഗും. സീരിയസ്ലി ബാലഭാസ്കറിന്റെ മരണം അന്വേഷിക്കണം, അത് തെളിയണം. എന്ത് ദുരൂഹതയിലാണെന്നുണ്ടെങ്കിലും ആ ദുരൂഹത നീങ്ങണം എന്ന് ആഗ്രഹമുള്ളതായിരിക്കാം ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും. പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോസ് കാണുന്നവർ ആ കലാകാരൻ സ്നേഹിച്ചിട്ടുണ്ട്, അത്രയധികം ആ ഒരു കേസ് തെളിയുന്ന ആഗ്രഹമുള്ളവരായിരിക്കും. നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ മനോരമയിൽ വന്നത്. ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിനുശേഷം വീഡിയോസ് ചെയ്തിരുന്നു. ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂന്ന് കാര്യമായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം ലക്ഷ്മി ഒന്നും പറയാൻ ചാൻസസ് ഇല്ല. കാരണം ഇത്രയും വർഷം ഉണ്ടായിട്ട്, ഇത്രയും കാലങ്ങളായിട്ട് ഈ ബാലഭാസ്കർ, ഈ മറ്റേ കലാഭവൻ സോബി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. CBIയുടെ കുറ്റപത്രത്തിൽ ഒരുപാട് ദുരൂഹതകൾ വരുന്നു. ഒരുപാട് ന്യൂസ് ചാനൽസ് ഇതൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മളൊരു കാരണവശാൽ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ആ സമയത്ത് ചെയ്ത വീഡിയോസിലൊക്കെ എത്ര പറഞ്ഞുള്ളൂ, ഈ ലക്ഷ്മിയുടെ ഭാഗത്ത് അധികം ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ രണ്ടാമത് അവരുടെ സിറ്റുവേഷൻ എന്താണ് അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്താണെന്നുണ്ടെങ്കിലും. കാരണം വെച്ചാൽ ഹസ്ബൻഡും കുട്ടിയും നഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ത്രീ ഒരുപാട് മാനസിക പീഡനങ്ങളിലൂടെ, ഒരുപാട് സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടില്ല. എന്താണ് അവരുടെ ജീവിതം എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം അവരെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിട്ടുള്ള അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ 2 പേരെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അത് പോയി അവരുടെ എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സംസാരങ്ങളിലും കാര്യങ്ങളിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. നമുക്കൊന്നും ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന് ഒരിക്കലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലായിരിക്കാം ബിഹേവിയറൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മളൊന്നും പേഴ്സണലി ഒന്നും അവരൊന്നും അറിയില്ല. സ്പെഷ്യലി ചെറിയ ക്ലിപ്സിലൂടെയും കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ മാത്രമേ അവർ അറിയുള്ളൂ. അപ്പോൾ അതൊന്നും ഒരാളുടെ ക്യാരക്ടറൊന്നും നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും, നിരീഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് ആൻഡ് ബിഹേവിയറൽ അനലിസ്റ്റിൻ്റെ ഒരു വീഡിയോ, ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഹ്യൂമൻ പ്രോട്ടോകോൾ എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ. പുള്ളി ഇന്നലെ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. ആ സമയത്ത് 1000 വ്യൂസും ഒരു 10-200 സബ്ബും മാത്രം ഉണ്ടായിരുന്ന ചാനലായിരുന്നു. 300 സബ്ബ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അത് 1500 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ വിഷയത്തിൽ ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. എക്സ്പേർട്സ്, അതായത് ബിഹേവിയറൽ പാറ്റേൺസ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് അതിനിടയിലൊക്കെ ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു. ഇടത്തോട്ട് നോക്കുകയാണ് ലക്ഷ്മി, വലത്തോട്ട് നോക്കുകയാണ്. നമ്മളൊന്നും അതിൽ എക്സ്പേർട്ട് അല്ല, നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലിൽ നിരീഷ് എന്ന വ്യക്തിയുടെ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ആ വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ആ കംപ്ലീറ്റ് വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കുന്നുണ്ട്. സോ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മി നോർമലി സംസാരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ചെക്ക് ചെയ്യാം. സോ ഈ വീഡിയോയിൽ ലക്ഷ്മി വളരെ ഹാപ്പിയാണ്, വളരെ റിലാക്സ്ഡ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. സോ ഈ ഒരു ടൈമിൽ ലക്ഷ്മി കൂടുതൽ ബോഡി മൂവ്മെൻറ്റ്സ് കൂടുതലായിട്ട് എക്സ്പ്രസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ബ്ലിങ്ക് റേറ്റ് നോർമൽ വളരെ ലോ ആണ്. സോ ഇനി നമുക്ക് കറണ്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം ലക്ഷ്മിയുടെ ഒരു വീഡിയോ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കറണ്ട് സിറ്റുവേഷനിൽ. സോ നമുക്ക് ആ വീഡിയോയുടെ ഒരു ആദ്യ ഭാഗത്തേക്ക് പോകാം. അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ ഞാൻ. അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാം. അതുവരെയും ഒരു ഡ്യുവൽ ലൈഫ് പോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം റിക്കവർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ ആ തളർച്ച മാറുമ്പോഴേക്കും വിവാദങ്ങൾ തുടങ്ങി, പിന്നെ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ബേസ് ലൈൻ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻസ്, ബിഹേവിയർ ലീക്സ് വളരെ ലോ ആയിരിക്കും. സോ എന്നിരുന്നാലും ഈ വീഡിയോയുടെ ഇനീഷ്യൽ പാർട്ട് എന്ന രീതിയിൽ നമുക്കിതൊരു ബേസ് ലൈൻ ആയിട്ട് എടുക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലക്ഷ്മിയുടെ ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ്. ദാറ്റ് മീൻസ് ലക്ഷ്മി ഓൾറെഡി ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ ബോഡി മൂവ്മെൻറ്റ്സ് വളരെ ലോ ആണ്, കൈകളൊന്നും യൂസ് ചെയ്യുന്നത് പോലുമില്ല. പിന്നെ വോയിസിൻ്റെ പിച്ച്, സംസാരത്തിൻ്റെ വേഗത ഇതെല്ലാം വളരെ സ്റ്റഡിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ലൈൻ ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ വീഡിയോകളിലെല്ലാം വളരെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഞാൻ ബിഹേവിയർ ലീക്സ് കണ്ട പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷനിലേക്ക് പോകാം. ചില ചെയ്തികളുമാണ് പിന്നീടും വീണ്ടും വാർത്തയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആൾ ഈ അർജുൻ എന്ന് പറയുന്ന ആളാണ്, ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ഡ്രൈവറായിരുന്ന ആൾ. ഈ അർജുൻ എങ്ങനെയാണ് ബാലുവിനൊപ്പം എത്തിപ്പെടുന്നത്? അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അയാളൊരു എനിക്ക് തോന്നുന്നൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയം മുതലാണ് ആ ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങളൊരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ്.
ആ രീതിയിലാണ് പരിചയമുള്ളത്. അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അതായത് ഈ ചെർപ്പളശ്ശേരിയുള്ള സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. ഫാമിലിയുടെ ബന്ധുക്കളാണ്, ആ രീതിയിലാണ് പരിചയമുള്ളത്. അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. യെസ്, അതായത് വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുക, എന്താണോ സബ്ജക്റ്റ് പറയുന്നത് അത് അതേപോലെ ട്രൂത്ത് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. സോ അതുപോലെ ഒരടുപ്പം ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊണ്ട് അവസാനിച്ച് മറ്റൊരു തരത്തിലേക്ക് പോകും. ദാറ്റ് മീൻസ് ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് ഉണ്ടാവാം. ദർ ഇസ് എ ചാൻസ്. സോ അടുത്ത വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അർജുൻ ഇവിടുന്ന് നാട് വിട്ട് പോകുന്നു, അങ്ങനെയുള്ള വാർത്തകളൊന്നും ഇപ്പം ഏറ്റവും ഒടുവിൽ പുള്ളി സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലാവുന്നു ഒക്കെ വന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് മാത്രമല്ല, പുള്ളി ഞങ്ങൾക്കെതിരെയൊക്കെ കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയെ മനഃപൂർവ്വം അയാളല്ല ഡ്രൈവ് ചെയ്തിരുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ബേസ് ലൈൻ ബിഹേവിയർ എടുത്ത സമയത്ത് ഒരു സബ്ജക്റ്റ് കൂടുതലായിട്ടും അവരെ തന്നെ പോയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോനൗൺ എന്ന് പറയുന്നത് ഞാനാണ്. അതായത് ഞാൻ അങ്ങനെയായിരുന്നു, എനിക്കിങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കും. ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററിയിലോട്ട് പോയില്ല. അങ്ങനെ ഒരു കേസ് ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മുൻവിധി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ ഒരു ബയസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ, ഇത് ഓൾറെഡി ആദ്യമേ ഞാൻ കണ്ടുപിടിച്ച് വെക്കില്ല. മേ ബി ഇത് ശരിയായിരിക്കാം, പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രോനൗൺസിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഞങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. സോ ബേസ്ഡ് ഓൺ തിയറീസ് ഇത് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബേസ് ലൈനിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഡീവിയേഷനാണ്. സോ ഇത് നോർമൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കൺട്രോൾ എൻവോൺമെൻ്റ് ആണ്, നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡീവിയേഷനായിട്ട് കൺസിഡർ ചെയ്യാം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തു. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകും. പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിൻ്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആൾ തന്നില്ല എന്നായിരുന്നു വാർത്തകളുണ്ടായത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഫോൺ ഒന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല, ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ട് കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇവിടെ ബ്ലിങ്ക് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ബേസ് ലൈനിലുള്ള പോലെ തന്നെ ഇവിടെയും ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഇതൊരു ചെറിയൊരു ബിഹേവിയർ ചേഞ്ച് ആണ്, പക്ഷേ അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. സോ വാച്ച് ക്ലോസ്ലി. ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച്, അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു, അലേർട്ട് ആവുന്നു. അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു, കണ്ണുകൾ വളരെ നാരോ ആവുന്നു. ദാറ്റ് മീൻസ് ഷീ ഈസ് ഫോക്കസിങ് മച്ച് മോർ. അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവുന്നു. സോ നമ്മളിത് മാത്രമാണ് എൻ്റെ കോൺവെർസേഷനിൽ കാണുന്നതെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ഇറ്റ്, ബട്ട് ദർ ഇസ് എ ഫോളോ അപ്പ്. ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഫോൺ ഒന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല, ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. ഞാൻ ആ അവസ്ഥയിലല്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തുന്നു, എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു തരത്തിലും. ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ട് കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചപ്പോൾ വളരെ വ്യക്തിപരമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ സ്പീച്ചിലുണ്ടാകും, അതായത് സംസാരത്തിലുണ്ടാകുന്ന സ്പീഡിൻ്റെ ചേഞ്ച്, പിച്ചിൻ്റെ ചേഞ്ച്, അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാകുന്നുണ്ട്, അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. അതായത് ഈ ഷോൾഡർ ഷ്രഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ, ഇൻകോൺഗ്രുവൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബിഹേവിയറാണ്. ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല, ഇതിൻ്റെ കൂടെ പിച്ചിലുണ്ടാകുന്ന ഡിക്രീസ്, അതായത് പിച്ച് വളരെ താഴ്ന്നു, സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു. സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ട് ആവുന്നു ആൻഡ് ഫോളോ അപ്പ് ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു. അഗൈൻ ദീസ് 3 ബിഹേവിയർ ചേഞ്ചസ് ആർ ദർ. സോ ദർ ഈസ് സംതിങ് ഓഫ്. നമുക്കിനി ഒരു വീഡിയോ പാർട്ടും കിട്ടുന്നുണ്ട്, അതിനുശേഷം നമ്മൾ സോബിയുടെ വീഡിയോയിലേക്ക് പോകും. സോ സ്റ്റാർട്ട്.
ലക്ഷ്മി നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇതല്ലാതെ ഇപ്പം തുറന്നു പറയുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ പറയണം എന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദമോ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പേടിയോ ഉണ്ടോ? ഞാൻ എന്താ പറയണ്ടേ, എന്നെ സംബന്ധിച്ച് ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയൻ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയാണ്. എൻ്റെ കാര്യത്തിലും മുകളിൽ. എൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഞാൻ മോൾക്ക് കുറച്ചുകൂടി ഏജ് ആവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ പറഞ്ഞ ജോണ്ടിസും അതുപോലെ ഗോൾ ബ്ലാഡർ ക്രിസ്റ്റൽ എന്നിട്ടുള്ള ഇഷ്യൂസും വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻസ് അയച്ചപ്പോഴും കുഞ്ഞ് കുറച്ചുകൂടി വലുതായതിനു ശേഷം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് ബാലിനോട് പറഞ്ഞിട്ടുള്ള ഞാനാണ്. ഞാൻ അത്രയും പോസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള 90% വരുന്ന സ്ത്രീകളുടെ മെമ്പറാണ് ഞാൻ. ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചത് ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് 1% തോന്നിയാൽ, ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ, ഒരു സാധാരണക്കാരി എന്നൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ലക്ഷ്മി ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിലാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന ഒരു വലിയൊരു എസ്സേ. അതായത് ടെക്നിക്കലി നമ്മൾ പറയും ഇറ്റ്സ് എ റെസ്യൂം സ്റ്റേറ്റ്. അതായത് പെട്ടെന്നൊരു ടഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ടാക്കി അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള കുറേ ഗുഡ് ക്വാളിറ്റീസ് നമ്മൾ എലിവേറ്റ് ചെയ്യും. അതിനുശേഷം ഞാനൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാനിവിടെ കാലങ്ങളായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്, അല്ലെങ്കിൽ എക്സാക്ട് വേർഡ്സ് ആൻഡ് എസ്സേസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ലക്ഷ്മി പറയുന്നത് 90% വരുന്ന സ്ത്രീകൾ സാധാരണക്കാരായ സ്ത്രീകളിൽ വരുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ സമാനമായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ. സോ നോർമലി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റും. അല്ല, എനിക്ക് ഞാൻ ആരുടെയും ഭീഷണിക്കല്ല, അങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് അർത്ഥം വരുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇയാൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹി സീംസ് ടു ബി എൻ എക്സ്പേർട്ട്. ആൾ 5 years എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ അയാൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോർമൽ ഹ്യൂമൻ ബീങ്സ് കാണുന്ന രീതിയിലുള്ള ഇവരൊന്നും മനുഷ്യരെ കാണുന്നത്, ആൾക്കാരെ, വ്യക്തികളെ കാണുന്നത്, ബിക്കോസ് ഫോർ ദം എല്ലാം സ്പെസിമെൻസ് ആണ്. അവർക്ക് നിരീക്ഷിക്കും അവർ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇയാൾ നിരീക്ഷിച്ചെന്ന് വെച്ചിട്ടുള്ള കുറച്ച് ഫൈൻഡിങ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അതായത് ഈ കലാഭവൻ ശോഭയുടെ ആണെന്നുണ്ടെങ്കിലും ഇയാളുടെ ഇവരുടെ ഈ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ ആണെന്നുണ്ടെങ്കിലും ലക്ഷ്മിയുടെ കാര്യത്തിൽ മാത്രം അയാൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അറിയില്ല. ഒരുപാട് പേര് ഒരുപാട് ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ പേഴ്സണലി ഇപ്പോൾ ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് ചർച്ച ചെയ്തതിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഒരുപാട് പേര് പല കാര്യങ്ങൾ നമ്മളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു സാധാ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് അല്ല എന്നുള്ളത് ഒരുവിധം ഈ കേസ് നോക്കുന്ന ആൾക്കാരെ മനസ്സിലാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ബാലഭാസ്കറിൻ്റെ കൂടെ ഇത്രയധികം ജീവിച്ചിട്ട് ബാലഭാസ്കറിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാം അറിയുന്നൊരു വ്യക്തിക്ക് ഇതറിയും എന്ന് തന്നെയാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെ കുത്തി പറയാത്തത് വെച്ചാൽ അവരനുഭവിച്ചതിലും മേലെ ഒന്നും ഇനി അനുഭവിക്കാനില്ല. ഞാനത് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ഈ കേസ് തെളിയണം, അതെല്ലാവർക്കും ഒരാഗ്രഹം. കാരണം വെച്ചാൽ അത് ഡെഫിനറ്റ്ലി അത് വേണം. എന്താണ് അയാൾ എങ്ങനെ കൊല്ലപ്പെട്ട ആൾ മാത്രമല്ല, ബാലഭാസ്കർ മാത്രമല്ല അതിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്, അതിൽ ഒരു കുടുംബം തന്നെ ഇല്ലാതായി. ശരിക്കും ലക്ഷ്മിയും മരണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ജീവിതമില്ല. ഇതിനൊക്കെ പുറമെ ഒരുപാട് പേരും ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവമാണ് ആ കുട്ടിയുടെ കാര്യം, അല്ലേ? ഒന്നും അറിയാത്ത ചെറിയൊരു പിഞ്ചു പൈതലും ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടി കൊന്നതാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഇയാളെ വകവരുത്തിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും തന്നെ കൊന്നതല്ലേ, അല്ലേ? അപ്പോൾ അതെന്തായാലും തെളിയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ഫോർ വീഡിയോ സേക്ക് മാത്രമല്ല, നമ്മൾ ഈ കേസിനെ കുറിച്ച് ഒരുപാട് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുക ഒരുപാട് ദുരൂഹതകളാണ് ഇതിലുള്ളത്. ഒരുപാട് ദുരൂഹതകൾ. പിന്നെ ഇപ്പോൾ ഈ ബിഹേവിയറൽ പാറ്റേൺസ് വെച്ചിട്ട് ഈ പഠനവും കാര്യങ്ങളും ഇയാൾ പറഞ്ഞതുകൊണ്ട് എത്രത്തോളം ഇതിന് കേസിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ ഇനിയും ഇപ്പോൾ നമ്മളെ ഈ വീഡിയോ കൂടി ലക്ഷ്മിക്ക് ഇതിൽ കൂടുതൽ ഹെയ്റ്റും സൈബർ ബുള്ളിങ്ങും ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നു. അറിയില്ല, ലക്ഷ്മിയുടെ ക്യാരക്ടറും ഞാൻ പറഞ്ഞു, അവരുടെ ക്യാരക്ടർ എന്താണെന്നുള്ള അറിയില്ല. അവരൊരു പക്ഷേ ചിലപ്പോൾ ചെറിയ ആ ജോൺ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവിൽ ചെറിയൊരു ബൈറ്റ് മാത്രമേ അവർ വെച്ചിട്ടുള്ളൂ, ഈ വ്യക്തി കാണിച്ചിട്ടുള്ളൂ. അത് മാത്രമേ ലക്ഷ്മിയുടെ വീഡിയോസ് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് അവർ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നു, അവരിങ്ങനെ സംസാരിക്കുന്ന ആളാണ്, അങ്ങനെ സംസാരിക്കുന്ന ആളാണെന്നുള്ളത് ഒരു ചെറിയ വീഡിയോ എന്നൊക്കെ പറയാൻ, ഒരു എക്സ്പേർട്ടിലോ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ലേമൻ ഒരിക്കലും കഴിയില്ല. പിന്നെ ഒരുപാട് ട്രോമ മനുഷ്യന് സംഭവിക്കുന്ന സമയത്ത് എത്രത്തോളം ബിഹേവിയറൽ ചേഞ്ച് ഒരു മനുഷ്യന് വരാം, എത്രത്തോളം ക്യാരക്ടർ ചേഞ്ച് വരാം, അല്ലേ? നമ്മുടെ മനസ്സ് പതറിയാൽ ആളാകെ പതറും, അല്ലേ? നമ്മൾ എത്ര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര സ്ട്രെസ്സിലൊന്നും ഒരിക്കലും നമുക്ക് നോർമൽ കണ്ടീഷനിൽ സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ അല്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറുക. അപ്പോൾ ഇത്രയധികം സ്ട്രെസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, സമൂഹം കംപ്ലീറ്റ് അവരെ തഴഞ്ഞു, അവർക്ക് സപ്പോർട്ടിന് ആരുമില്ല, ഇനി ഇതിൽ ദുരൂഹതകളുണ്ടോ, പേടിയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാത്ത സിറ്റുവേഷനിൽ ഈ ലേഡിയുടെ ചെറിയ ബിഹേവിയറൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ അറിയില്ല. ഒരുപാട് പേരെ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് കമൻസും കാര്യങ്ങളും കണ്ടു. അതിനിടയിൽ മിക്ക കമൻസും ഈ വ്യക്തിനെ ഈ ഹ്യൂമൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. പുള്ളി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്, ഈ കേസ് തെളിയാനാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അഗെയിൻ ഇത് എത്രത്തോളം ഇതിനെ ഹെൽപ്പ് ചെയ്യും,
റാദർ ദാൻ ഈ ഒരു ലേഡിക്ക് സോഷ്യൽ സ്പേസിൽ സൈബർ ബുള്ളിങ് കിട്ടുന്നതല്ലാതെ എത്രത്തോളം ഇതിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ ഒരു സംശയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോസിലും ഒരുവിധം എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൂ ഈ ലക്ഷ്മിക്കെതിരായിട്ടുള്ള സൈബർ ബുള്ളിങ്, ഓവറായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നതിന് എന്തോ എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്. അത് അങ്ങനെ ഒരു എന്താ പറയുക, അത് നമുക്ക് എന്തോ ഒരു ഫീലിംഗ് അങ്ങനെ ഉണ്ട്. പക്ഷേ നമുക്കിതൊന്നും പറയാതെ വയ്യ. ലക്ഷ്മി കള്ളം പറയുകയാണോ എന്നൊരു സംശയം എനിക്ക് പോലും സ്വാഭാവികമായിട്ട് കാണുമ്പോൾ തോന്നും. രണ്ട് തൂണിനോട് കാലിട്ട് സംസാരിക്കില്ല നമുക്ക് തോന്നും. പക്ഷെ എന്നാലും ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇതുപോലുള്ള ഈ ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അനലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇതുകൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.